നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ്. ഇൻഫാക്റ്റ് ഒരു ടോപ്പിക്കല്ല, അതൊരു ഇൻസിഡൻ്റാണ്. ഞാനത് പറയാൻ പോകുന്നത് കുറേ ദിവസമായിട്ട്, കുറേ നാളുകളായിട്ട് നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിലും ഞാനതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം ഇത് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും KCBയിൽ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ പരിധിയിൽ വരുന്നതല്ല. കാരണം അവിടുത്തെ പോസ്റ്റ് ലൈറ്റ്, ട്യൂബ് ലൈറ്റ് മാറ്റേണ്ടത് കോർപ്പറേഷൻ ബോഡീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഏവരും കൊല്ലം കോർപ്പറേഷൻ ഗ്രീവൻസ് സെല്ലിൽ പോലും ഞാനിത് പറയുകയുണ്ടായി. അതിന് ഇമെയിൽ മുഖേന ഞാൻ ഗ്രീവൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഏതൊരു ബോഡി ഗവേണിംഗ് ബോഡി ആയിരുന്നാലും, അതായത് ഭരിക്കുന്ന ഒരു ഭരണകൂടം തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ നമ്മൾ ജനങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വാസപരമായിട്ട് നിങ്ങൾക്ക് വോട്ട് നൽകുക? ഞാൻ കുറച്ച് രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്നതല്ല. നമ്മളൊരു വോട്ട് നൽകണം എന്ന് ഉള്ള രീതിയിൽ നമ്മൾ മുന്നേറുമ്പോൾ അതിന് ഒരു ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടാവണം. അപ്പോൾ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. നമ്മൾ നിങ്ങൾക്ക് വോട്ട് നൽകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നും എന്തൊക്കെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾക്ക് അതിനുള്ള പ്രത്യുപകാരം ലഭിക്കും എന്നുള്ളത് വളരെ മുഖ്യമാണ്. ഇത് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും ഇല്ല. പ്രഗത്ഭരായ വക്കീൽ ലോയേഴ്സ് ഉണ്ട്, പ്രഗത്ഭരായ പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഒരു കൂട്ടായ്മയായിട്ട് നിന്ന് ഈ ഒരു പ്രശ്നം ഹൈലൈറ്റ് ചെയ്ത്, ഇതൊരു സോഷ്യൽ അവയർനെസ് ക്യാമ്പയിനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സോഷ്യൽ അവയർനെസ് ക്യാമ്പയിനിങ് ആണ്. അതായത് നമ്മളുടെ ചുറ്റിലും നോക്കി നമ്മൾ അതിനകത്ത് വരുന്ന അപാകതകൾ, കുറവുകൾ എങ്ങനെ അതിനെ പരിഹരിക്കാം, എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് നാച്ചുറലി ഗവേണിംഗ് ബോഡീസാണ്. നമ്മൾക്ക് പ്രശ്നങ്ങളിൽ നേരിടുന്ന നമ്മളത് ഹൈലൈറ്റ് ചെയ്യാനേ പറ്റൂ, പ്രസൻറ്റ് ചെയ്യാനേ പറ്റൂ. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ ടൈമിന് മുന്നേ ഞാനിത് വളരെ ഗൗരവത്തോടെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ അധികൃതർ ദയവ് ചെയ്ത് ആ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ആ ചെമ്മാമുക്ക് കഴിഞ്ഞ് ബ്രിഡ്ജ് വരുമ്പോൾ ഫാത്തിമ കോളേജിൻ്റെ മുൻപിലായിട്ടുള്ള നമ്മളുടെ ഭാരതരാജ്ഞി പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു ഹൈവേ, അത് തീർച്ചയായിട്ടും വന്ന് ഇൻസ്പെക്റ്റ് ചെയ്യണം. അവിടെ തീർച്ചയായിട്ടും ലൈറ്റിംഗ് സൗകര്യം പുനർസ്ഥാപിക്കണം. അത് പോസ്റ്റിൻ്റെ ട്യൂബ് ലൈറ്റിൻ്റെ ഒരു റിപ്പയർ മൂലമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഡാമേജ് പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു കരുതലോടുകൂടെ വേണം അവിടെ പെരുമാറാനായിട്ട്. നമ്മൾക്ക് ഒരു കമാൻഡിങ് ഓഫീസർ എന്നുള്ള നിലയിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടും എനിക്ക് എത്രമാത്രമേ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റൂ. ഇത് എൻ്റെ ലാസ്റ്റ് റിക്വസ്റ്റ് വീഡിയോ ആയിരിക്കണം. ഇനി എനിക്ക് ഇതുപോലെ ഒരു റിക്വസ്റ്റ് വീഡിയോ ഇടാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കരുത് എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ലയോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ ജീവിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അതൊരു പട്ടിക്കാട് ഏരിയ ഒട്ടുമല്ല. പട്ടിക്കാടാണെന്നുണ്ടെങ്കിൽ പിന്നെയും പറയാം, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമല്ല, നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയാം. ഇതതുപോലുമല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ കൊല്ലം കോർപ്പറേഷൻ്റെ തൊട്ട് ഹൃദയസ്ഥാനത്തിലാണ് ഈ ഒരു ബ്രിഡ്ജ് വരുന്നത്. ആ ഒരു ബ്രിഡ്ജിൽ വാഹനങ്ങൾ, പാസഞ്ചേഴ്സ്, പിന്നെ കാൽനടക്കാർ ഇവരെല്ലാം സഞ്ചരിക്കുന്ന ഒരു റോഡാണ്.
അവിടെ ഇങ്ങനെ ഒരു കുറവ് വരിക എന്ന് പറയുമ്പോൾ അത് ആരുടെ ഒരു കെയർലെസ്നെസ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇത്രയും ഇലാബറേറ്റായിട്ട് പറയണ്ട എന്ന് ആദ്യം വിചാരിച്ചെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് നല്ലതാണ്. ഇത് കേട്ട് സന്മനസ്സുള്ളവർ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഈ ഒരു ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ വോട്ട് തരാനായിട്ട് നമ്മളുടെ ഒരു കടമയാണ്, നമ്മളുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അതേപോലെ ഈ വോട്ട് രേഖപ്പെടുത്തി ജയിക്കുന്ന പാർട്ടീസ് അവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളോട് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. അതൊരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.